കോടതിക്ക് മുന്നിൽ ഒരു കേസുമായി എത്തണമെങ്കിൽ തെളിവുകൾ വേണം, അതും കൃത്യമായ തെളിവുകൾ. അഭിഭാഷകരും കക്ഷികളും ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ പല മാർഗങ്ങളും സ്വീകരിക്കും. എന്നാൽ ഒരു സിനിമയിലെ രംഗം തെളിവായി എടുത്ത് കേരള ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതെന്താണ് എന്നറിയണമെങ്കിൽ നമുക്ക് കൊച്ചി പെരുമ്പടപ്പ് വരെ ഒന്ന് പോകാം. പഴയ ത്രിവേണി സിനിമയിലെ ചില രംഗങ്ങൾ കോടതിക്ക് മുന്നിൽ കാണിച്ചാണ് നിങ്ങൾ ഈ കയ്യേറ്റം ഇവിടെ ഉണ്ടായി എന്ന് കാണിച്ചു എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ ഒരു തെളിവ് കൊണ്ട് പോകാൻ കാരണം? കാരണം ഇത് പ്രശ്നത്തോട് എന്ന ഒരു പ്രദേശമാണ്, ഇപ്പോൾ വളരെ ചരിത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. കാരണം പണ്ട് കാലത്ത് ജലഗതാഗതത്തിന് പ്രാമുഖ്യമുള്ള സമയത്ത് വഴിനീര ഭക്ഷണങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഈ തോടിൻ്റെ ഇരുഭാഗത്ത് ഇരുന്നിട്ടാണ് അവർ തന്നെ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണിത്. ഇതൊക്കെ ഈ സിനിമയിൽ സിനിമയുടെ ഒരു നല്ലൊരു ഭാഗം ഈ മേഖലയിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ആ റോഡിൻ്റെ നമ്മുടെ സർക്കാർ ഭൂമിയുടെ വീതിയൊക്കെ ആ ഇതിൽ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, ആ പാട്ടിൻ്റെ സീനിലും അല്ലാതെയൊക്കെ. അപ്പോൾ അതെല്ലാം ഒരു കാരണം അത്ര ഇന്നിപ്പം നമുക്ക് നോക്കാം, ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള വീതിയെ വഴിക്കുള്ളൂ, രണ്ട് ഭാഗത്തും അപ്പുറം ഇപ്പുറം. അപ്പോൾ അത് ഒരു വലിയൊരു കയ്യേറ്റമാണ്. ആ കയ്യേറ്റം ഒഴിവാക്കണം, അതാണ് പറയുന്നത്. അത് ആ ഒരു രീതിയിലാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. കോടതി സർവേക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. യൗവനപ്രായത്തിലുള്ള ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ എപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ കൂടെ ക്ലിപ്പിങ്ങുകൾ വെച്ച് ഒരു കോടതിയെ സമർപ്പിച്ചത്. ഇത് നേരത്തെ ഇതിന് മുമ്പ് നിയമപോരാട്ടം ഒന്നും നടത്തിയില്ലേ? നേരത്തെ ഞാൻ അടിയോക്ക് പരാതി കൊടുത്തു, പക്ഷെ അവർ മെയിൻ ചെയ്തില്ല അവർ. ഇപ്പോൾ ഇവിടെ തന്നെ വലിയ കയ്യേറ്റങ്ങളാണ്. കാരണം നമ്മുടെ കായലെല്ലാം ചുരുങ്ങി വരുന്നു. ഇതൊക്കെ നല്ല വീതിയുള്ള കായലായിരുന്നു. അപ്പോൾ കായലിൻ്റെ വീതിയെല്ലാം കുറഞ്ഞ് അപ്പോൾ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു മോചനം എന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ ഭൂമിയുള്ളവരൊക്കെ ആക്കട്ടെ, ബാക്കി അനധികൃതമായി ആരൊക്കെ കയറിയിട്ടുണ്ടോ അവരൊക്കെ ഒഴിവാക്കണം. അതുപോലെ ഈ തോടിൻ്റെ പേരിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, പഷ്ണിത്തോട്. അതെന്താ അങ്ങനെ പറയുന്നത്? അത് പണ്ട് കാലത്ത് ജലഗതാഗതത്തിന് പ്രാമുഖ്യമുള്ള സമയത്ത് ആളുകൾ അത് വഴിയുടെ ഹോട്ടലൊന്നുമില്ല. അപ്പോൾ കുറേയേറെ സഞ്ചരിച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് വിഷപ്പടക്കേണ്ടത്. അപ്പോൾ ഇവരിവിടെ സൈഡിൽ തന്നെ ഇട്ട് അടപ്പ് കൂട്ടി ഭക്ഷണം പാചകം ചെയ്യും. അരിയൊക്കെ ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അങ്ങനെ പട്ടിണി മാറ്റിയിരുന്ന, അതാണ് പഷ്ണി എന്ന് പറയുന്നത്. ആ പട്ടിണി മാറ്റിയിരുന്ന ഒരു പ്രദേശമാണ്. അതാണ് ഈ പേര് ഇവിടെ അങ്ങനെ വന്നത്. കൊച്ചി പെരുമ്പടപ്പ് പഷ്ണിത്തോടിൻ്റെ ഇരുകരകളും കയ്യേറിയിട്ടുണ്ട് എന്നാണ് പരാതി. ഈ പരാതിയിൽ 9 മാസത്തിനകം സർവേ നടത്താനാണ് കൊച്ചി തഹസിൽദാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്.